ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയa'srecipes. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചട്നിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ സെറ്റ് ദോശ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ രുചിയാണ് ഈ ഒരു ചട്നിക്ക്. പിന്നെ നമുക്കൊരു അര കപ്പ് തേങ്ങ ഉണ്ടെങ്കിൽ തന്നെ ഒരു 15 ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിക്കുള്ള ഒരു ചട്നി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സവാള ഒരു 70 ഗ്രാം ഉണ്ടായിരിക്കും കേട്ടോ, ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടുക ചെയ്യരുത്, കുറയുമരുത്. അപ്പോൾ ഈ ഒരു സവാളയുടെ ഒരു ടേസ്റ്റാണ്, ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് ഒരു അര കപ്പ് നാളികേരമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇതാ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, ഒരു 7 ഗ്രാം ശർക്കര കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാം. അപ്പോൾ എനിക്കത് കറക്റ്റാണ്, ഒരു 7 ഗ്രാം ശർക്കര. പിന്നെ ഒരു കഷ്ണം പുളി, ഒരു ചെറിയൊരു കഷ്ണം പുളി, അതും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്താം. അപ്പോൾ പിന്നെ ശർക്കരയും പുളിയും നമുക്ക് ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് അപ്പോൾ ഞാനതിൽ ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കഷ്ണം പുളി അധികമില്ല. അതെല്ലാം കൂടി ഒന്ന് ബാലൻസായി പോകണം. ഒന്നിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ മീതെ നിൽക്കാൻ പാടില്ല, ആ ഒരു രീതിയിൽ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് ചേർക്കുന്നത്. ഞാൻ എരിവുള്ള മുളകും കാശ്മീരി ചില്ലിയും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് മുളകാച്ചാൽ അത് ചേർക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ചേർക്കുക. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ലൊരു കളർഫുള്ളായിരിക്കും, പിന്നെ നല്ല കൊഴുപ്പുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 8 ഗ്രാം വരെ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കട്ട ചട്നി ആയിട്ടാണ്, ലൂസാവരുത് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ അതാ കടുക് ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കടുക്. അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്ന് ചേർക്കണം, 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഇനി ഉഴുന്ന് നന്നായിട്ട് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കണം. ഇതിൽ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കറിവേപ്പില ചേർക്കുക. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മളിത് ചട്നിയിലേക്ക് ഒഴിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ആ വറവിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ് അതിന്. അതുപോലെ തന്നെ നമ്മൾ അര കപ്പ് തേങ്ങ കൊണ്ട് തന്നെ നല്ലൊരു അളവ്, കുറേ അളവിൽ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരു സെറ്റ് ദോശയുടെ കൂടെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ നിന്ന്, നാടൻ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സെറ്റ് ദോശ. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ദോശയുടെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റ് ദോശയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ഊത്തപ്പം എന്തിൻ്റെ കൂടി നമുക്കിത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.